ഹായ് ഓൾ, പ്രൈസ് ലോഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഷറൂറയിലെത്തിയിട്ടുണ്ട് കേട്ടോ. 8-9 ദിവസമായിട്ട് ദമാമിൽ അനിയത്തിയുടെ വീട്ടിലായിരുന്നു. അപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൻ്റെ അവസ്ഥ ദയനീയമാണ്. നല്ലവണ്ണം പൊടിക്കാറ്റടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അവിടെയൊക്കെ മൊത്തം പൊടിയായിരുന്നു. അതുപോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ പ്രാവിൻ്റെ കാഷ്ടമൊക്കെ വീണ് ഭയങ്കരമായിട്ട് അഴുക്കായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ രാവിലെ ഒന്ന് തൂത്ത് വാരിയിട്ട് ഒന്ന് മുറ്റമൊക്കെ ഒന്ന് കഴുകിയിടാമെന്ന് വിചാരിച്ചു. മുന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, നമ്മുടെ വീട് എയർപോർട്ടിൻ്റെ മുൻവശത്താണ്. അതുകൊണ്ട് തന്നെ റോഡിലൊക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ. ഈ തിരക്കുള്ളതുകൊണ്ട് ഭയങ്കരമായിട്ട് പൊടി റോഡിൽ നിന്ന് നമ്മളെ വീട്ടിനകത്തോട്ട് കയറും. അപ്പോൾ ഏത് സമയത്തും വീടിനകത്തും പുറത്തുമൊക്കെ നല്ലവണ്ണം പൊടിയും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ 2-3 വട്ടമെങ്കിലും നമുക്ക് തൂത്ത് മുറ്റമൊക്കെ വൃത്തിയാക്കി ഇടണം കേട്ടോ. ഞാൻ അനിയത്തിയുടെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ നജറാൻ വരെയാണ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ബസ്സിലോട്ടാണ് ഇങ്ങോട്ട് വീട്ടിലോട്ട് വന്നത്. ബസ്സിൽ നല്ല തണുപ്പുണ്ടായിരുന്നു. AC ഫുൾ ടൈം ഇട്ടിട്ടുണ്ടായിരുന്നുകൊണ്ട് തൊണ്ടയൊക്കെ നല്ലതായിട്ട് അടഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാണ് സൗണ്ടിലൊരു പ്രശ്നമുണ്ട്, എല്ലാവരും ക്ഷമിക്കുക. നിങ്ങളാ കാണുന്നത് കണ്ടോ, ഇതെല്ലാം പ്രാവിൻ്റെ കാഷ്ടമാണ് കേട്ടോ. ഞങ്ങളെ ഇതിൻ്റെ മുകളിലത്തെ നില മുഴുവൻ പ്രാവുകളാണ്. അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ ഓണർ എപ്പോഴും ഇതിന് വെള്ളവും ഫുഡും ഒക്കെ വെച്ച് കൊടുക്കും. അതുകൊണ്ട് തന്നെ ഇത് ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് വിട്ട് ഒരിക്കലും പോകത്തുമില്ല. അതുകൊണ്ട് തന്നെ മുറ്റത്തിൻ്റെ കണ്ടീഷൻ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതിനെ ഒന്ന് വൃത്തിയാക്കി ഇട്ടാലും നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം നോക്കുമ്പോൾ ഇതെല്ലാം വീണ്ടും ഇതേപോലെ തന്നെ ആയിരിക്കും. ഞങ്ങളുണ്ടല്ലോ ഈ വീട് വന്ന് നോക്കുന്ന നേരത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോർഷനായിരുന്നു കേട്ടോ ഈ ഫ്രണ്ട് വശം. അപ്പോൾ എൻ്റെ ചിന്ത ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെടിയോ അതുപോലെ വെജിറ്റബിൾസ് എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിക്കാമെന്നായിരുന്നു. പക്ഷേ ഈ കണ്ടീഷനിൽ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഏത് സമയത്ത് നമുക്ക് തൂത്തത് വൃത്തിയാക്കണം. അപ്പോൾ ചെടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുമ്പോൾ അത് വളരത്തുമില്ല, അത് ബുദ്ധിമുട്ടായിട്ട് മാറും. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വളർത്താൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ചൊരു പോർഷനുണ്ട് കേട്ടോ. അവിടെ എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾ എന്തെങ്കിലും നടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് നാട്ടിൽ നിന്ന് വന്നിട്ട് കുറച്ച് വിത്ത് കയ്യിലുണ്ട് കേട്ടോ. അതിനൊക്കെ ഒന്ന് എടുത്ത് നടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇതെല്ലാം കൂടെ ഈ വേസ്റ്റ് എല്ലാം കൂടെ ഈ ഒരു പെട്ടിക്കകത്ത് വയ്ക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇത് നിറയുമ്പോഴാണ് മുന്നിൽ കൊണ്ടുവന്ന് കളയുന്നത്. കാരണം നമ്മുടെ ഡോറിൻ്റെ നേരെ ഫ്രണ്ടിൽ വേസ്റ്റ് ബിന്നില്ല കേട്ടോ. ഇച്ചിരി വലത്തോട്ട് കുറച്ച് ദൂരം നടന്നാലേ വേസ്റ്റ് ബിന്നുള്ളൂ. അപ്പോൾ എന്തായാലും കളയറായിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് കളയണം. ഞാൻ ഈ സോപ്പ് സൊല്യൂഷൻ ഉപയോഗിച്ചാണ് കേട്ടോ മുറ്റം കഴുകുന്നത്. അപ്പോൾ മുറ്റത്ത് ഇച്ചിരി ആ സോപ്പ് സൊല്യൂഷൻ ഒഴിച്ചിട്ട് 2-3 വട്ടം വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് വലിച്ചു വിട്ട് കഴിഞ്ഞാൽ മുറ്റം നല്ല വൃത്തിയാവും. നമുക്കുള്ള സമയത്ത് നിന്ന് കുറച്ച് സമയം മാറ്റി വെച്ചാൽ നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കി ഇടാമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാ ജോലികളും നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. അപ്പം നമ്മൾ മടിച്ചു പോവും. എന്ത് ജോലിയായിരുന്നാലും അത് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുക. ഇന്ന് മിറ്റമാണ് നമ്മൾ വൃത്തിയാക്കാൻ കഴിഞ്ഞതെങ്കിൽ നമുക്ക് നാളെ അടുത്ത് വീട്ടിനകത്ത് എന്തെങ്കിലും പണി ചെയ്യുക. ചെറിയ ചെറിയ കാര്യങ്ങൾ, ചിലപ്പോൾ മേശ തുടയ്ക്കുന്നതായിരിക്കാം, അത് നമുക്ക് കണ്ണി കാണുമ്പോൾ അപ്പോഴതങ്ങ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് വേറെ എന്തെങ്കിലും കിച്ചണിൽ എന്തെങ്കിലും ഒതുക്കാനാണെങ്കിൽ അത് അപ്പോൾ ചെയ്യുക. അല്ലാതെ എല്ലാം കൂടെ ഒരു ദിവസം നമ്മൾ ഫുള്ള് വീട് വൃത്തിയാക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മടിയാവും. അപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മുമ്പൊക്കെ ഉണ്ടല്ലോ, ഞാൻ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ കൂട്ടിയിട്ടിട്ട് ഒരു ദിവസം അങ്ങ് ചെയ്യാൻ നോക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജോലിയെല്ലാം കഴിയുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ക്ഷീണിക്കും. പിന്നെ അത് ചെയ്യണമെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ വലിയൊരു തലവേദനയായിരുന്നു. അപ്പോൾ അത് ചെയ്യാനൊരു മടിയുണ്ടാവും. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാനത് എന്ത് കാര്യം ഉണ്ടെങ്കിലും അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാൻ തുടങ്ങി. ചെറിയ കാര്യമായിരിക്കും ഒരു ദിവസം ചെയ്യുന്നതെങ്കിലും അങ്ങനെ ചെയ്ത് വന്നപ്പോൾ വീട് എപ്പോഴും വൃത്തിയായിട്ടായിരിക്കും. പെട്ടെന്ന് ഒരാൾ കയറി വന്നാലും ഭയങ്കരമായിട്ടുള്ള ഒരു വൃത്തികേടൊന്നും നമ്മളെ വീട്ടിനകത്ത് തോന്നത്തില്ല.
അപ്പോൾ അതൊന്ന് ആർക്കെങ്കിലും ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ ഇന്ന ദിവസം എന്ന് വിചാരിച്ച് നമ്മളെല്ലാം കൂട്ടിയിട്ടിട്ട് ഒരു ദിവസം ചെയ്യാൻ നിൽക്കാതെ നമ്മളതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഒരു ദിവസം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് ചെയ്യുക. അപ്പോൾ അത് നന്നായിട്ടിരിക്കുകയും ചെയ്യും. പക്ഷേ ഇന്ന് ഞാൻ ഈ ജോലി മാത്രമല്ല കേട്ടോ ചെയ്യുന്നത്. കാരണം ഞാൻ ആ പോയിട്ട് വന്നപ്പോൾ തന്നെ വീട് മൊത്തത്തിൽ കുളമായിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് കയറി വീട്ടിനകത്ത് കുറച്ച് ഭാഗമൊക്കെ തുടയ്ക്കാനുണ്ട്. നല്ല പൊടിയായിട്ടുണ്ട്. നമ്മുടെ മേശയിലും കട്ടിലിലും ഒക്കെ നല്ല പൊടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ശ്വാസം മുട്ടൽ പോലെ, കാരണം പൊടിയുടെ ഒരു മണം നല്ലതായിട്ട് വീട്ടിനകത്ത് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മാക്സിമം കുറച്ച് ഭാഗങ്ങളൊക്കെ ഒതുക്കണം. രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിച്ച് വലിച്ചു വിട്ടപ്പോൾ തന്നെ വീടിൻ്റെ മുറ്റമൊക്കെ നല്ലതായിട്ട് വൃത്തിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു സ്ലാബ് ഉണ്ട്. ആ സ്ലാബ് പൊക്കിയിട്ട് അതിനകത്തോട്ടാണ് ഈ വെള്ളമെല്ലാം വലിച്ചു വിടുന്നത്. അപ്പോൾ അത് വെളിയിലോട്ട് പൊക്കോളും. ഇത് ഞങ്ങളന്ന് പോയപ്പോൾ ലഗേജൊക്കെ കെട്ടിയപ്പോൾ അതിൽ വന്ന വേസ്റ്റാണ് കേട്ടോ. അത് മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് വെളിയിൽ കൊണ്ടുപോയി കളയാനൊന്നും നേരം കിട്ടിയില്ല. അപ്പോൾ ഇന്ന് അതിനൊക്കെ ഒന്ന് ഒതുക്കി ഇത് റൂമിൻ്റെ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കട്ടിൻ്റെ സൈഡൊക്കെ നല്ല പൊടിയായിട്ടുണ്ട്. തറയിൽ മാറ്റിട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ പൊടി ഒത്തിരി കാണും, നമുക്കറിയാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് പൊടിയുടെ മണം അവിടെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ന് ഞാനത് ചെയ്യുന്നില്ല. നാളെ ഇനി അതൊരു വാക്യൂം ക്ലീനർ വെച്ച് അതിനെ വലിച്ചെടുക്കണം പൊടിയെല്ലാം. അപ്പോൾ അതിനി അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണിക്കാം. അപ്പോൾ കട്ടിലിലെ പൊടിയൊക്കെ തട്ടി വിരിച്ചിട്ടുണ്ട്. അപ്പോൾ വൃത്തിയാക്കിയിട്ടു, ബെഡൊക്കെ വൃത്തിയാക്കിയിട്ടു. ഇത് നമ്മുടെ അൽഹസയെ പോയ സമയത്ത്, അനിയത്തിൻ്റെ വീട്ടിൽ പോയ സമയത്ത് അവിടെ നിന്ന് മേടിച്ചത് ചോപ്പറാണ് കേട്ടോ. ഞങ്ങൾ ആ വ്ളോഗ് കണ്ടവർക്കറിയാം, അന്ന് മേടിച്ചതാണ്. എൻ്റെ കയ്യിലൊരു ചോപ്പർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതില്ലാതായി പോയി, അതുകൊണ്ടാണ് ഇത് മേടിച്ചത്. അപ്പോൾ ഈ മോഡൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ഇനി ഉപയോഗിച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ പോയിട്ട് വന്നപ്പോൾ ഉള്ള കുറച്ച് തുണികളൊക്കെ കഴുകാനുണ്ട്. അതൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിലോട്ട് ഇടാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഈ റൂമിനകത്തുള്ള ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി തറയിലെ കുറച്ച് പൊടിയൊക്കെ വലിച്ചെടുക്കുന്നത് പോയിട്ടുള്ള ബാക്കി എല്ലാ പണികളും കഴിഞ്ഞു. വേസ്റ്റ് കൊണ്ട് കളയാൻ ഇറങ്ങിയതാണേ. അപ്പോൾ രാത്രി ആയിട്ടുണ്ട്. ഞാൻ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ.
തുടർന്നും എൻ്റെ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.